കീമിൽ സംസ്ഥാന സർക്കാരിനെതിരെ കൂടുതൽ വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. സർക്കാരിന്റെ അവിവേകത്തിന് വിദ്യാർത്ഥികൾ ബലിയാടായെന്ന് മുഖപ്രസംഗം എഴുതി സുപ്രഭാതം ദിനപത്രം. വിദ്യാർത്ഥികളുടെ ഭാവി തകർക്കുന്ന നടപടിയിൽ മന്ത്രി ആർ ബിന്ദു രാജിവെക്കണമെന്ന് UDF നേതാക്കൾ ആവശ്യപ്പെട്ടു. കീമിൽ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്ന് KSUവും വ്യക്തമാക്കി. പ്രതിസന്ധി തുടരുന്നതിനിടയിൽ ഓപ്ഷൻ നൽകാനുള്ള ഉത്തരവ് ഇന്ന് പുറത്തിറങ്ങും. പുതിയ റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് ഓപ്ഷൻ നൽകാനാവുക. കീം പരീക്ഷാഫലം റദ്ദാക്കിയ കോടതി നടപടി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ പുലർത്തുന്ന ഉദാസീനതയ്ക്കും അലംഭാവത്തിനുമേറ്റ കനത്ത തിരിച്ചടിയാണെന്ന് സുപ്രഭാതം മുഖപ്രസംഗത്തിൽ വിമർശിച്ചു. എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കാനുള്ള പുതിയ മാർക്ക് ഏകീകരണ രീതി കാര്യക്ഷമമായി നടപ്പാക്കുന്നതിൽ സർക്കാർ ഗുരുതര അനാസ്ഥ കാണിച്ചുവെന്നും ലേഖനം കുറ്റപ്പെടുത്തുന്നു. പുതുക്കിയ റാങ്ക് ലിസ്റ്റ് പ്രകാരം പിന്നിലാകുന്ന വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥ പരിഗണിക്കാനുള്ള വിവേകമില്ലാത്ത സർക്കാരാണ് അധികാരത്തിലെന്നും രൂക്ഷ വിമർശനം. കീം പരീക്ഷാഫലത്തിൽ സർക്കാരിനെതിരെ സമരം ശക്തമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. പ്രോസ്പെക്ടസ് തിരുത്തിയത് ആർക്കു വേണ്ടിയെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാർ നടപടി കുട്ടികളുടെ ഭാവി ആശങ്കയിലാക്കിയെന്നും പ്രതിപക്ഷ നേതാവ്. ഇപ്പോഴും ന്യായീകരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഒരു റിപ്പോർട്ടും ഇല്ല. ഇങ്ങനെ ഈ പ്രോസ്പെക്ടസിൽ ഭേദഗതി വരുത്തരുത് എന്നാണ് അന്വേഷണ റിപ്പോർട്ട് കൊടുത്തിരുന്നത്. എന്നിട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഭേദഗതി വരുത്തിയത്? ഭേദഗതി വരുത്തി ആ കിം പരീക്ഷാഫലത്തെ മുഴുവൻ അട്ടിമറിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കൂടി ഇവർ കുളമാക്കി മാറ്റി. കോടതി വിധിയെ തുടർന്ന് കഴിഞ്ഞ ദിവസം പുതുക്കിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചെങ്കിലും കേരള സിലബസ് പഠിച്ച വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പ്രതിസന്ധിയിലാണ്. പുതിയ ഫോർമുലയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മന്ത്രി ആർ ബിന്ദുവിന് വ്യക്തമായ മറുപടിയില്ല. സതുദ്ദേശപരമായിട്ടാണ് എല്ലാം ചെയ്തതെന്നാണ് മന്ത്രിയുടെ ന്യായീകരണം. എല്ലാ കുട്ടികൾക്കും നീതി ലഭിക്കണം എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്യാബിനറ്റ് ഇങ്ങനെ തീരുമാനിച്ചത്. കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് സിലബസിലുള്ള, അതായത് കേരള ബോർഡിലുള്ള കുട്ടികൾക്ക് 35 മാർക്കിൻ്റെ കുറവ് ഉണ്ടായി. അത് യഥാർത്ഥത്തിൽ ഒരു അനീതി തന്നെയാണ്. പ്രോസ്പെക്ടസ് മുൻപേ മാറ്റാമായിരുന്നില്ലേ എന്ന കോടതിയുടെ ചോദ്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മാധ്യമങ്ങൾ വലിയ കോടതിയാകേണ്ടെന്ന് മന്ത്രി. കോടതി അതൊന്നും ചോദിച്ചിട്ടില്ല. പുതുക്കിയ റാങ്ക് ലിസ്റ്റ് പ്രകാരം വിദ്യാർത്ഥികൾക്ക് ഇന്നു മുതൽ ഓപ്ഷനുകൾ നൽകാം. എഞ്ചിനീയറിംഗ്, ഫാർമസി കോളേജുകളിലേക്കുള്ള അപേക്ഷകളാണ് ഇന്നു മുതൽ നൽകാനാകുക. പുതുക്കിയ റാങ്ക് ലിസ്റ്റിൽ ആദ്യ 100-ൽ കേരള സിലബസ് 21, ബാക്കിയുള്ളവ മറ്റ് സിലബസുകാർ എന്നിങ്ങനെയാണ് കണക്ക്. നേരത്തെയുള്ള ലിസ്റ്റിൽ 43 കേരള സിലബസ് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. പുതുക്കിയ റാങ്ക് പട്ടികയിലെ 5, 6, 9, 10 റാങ്കുകാർ പഴയ പട്ടികയിലെ ആദ്യ 10-ൽ ഉണ്ടായിരുന്നില്ല. +2 മാർക്ക് പരിഗണിക്കാത്തതിനാൽ ഫാർമസി റാങ്ക് ലിസ്റ്റിൽ മാറ്റമില്ല. ഫെബ്രുവരി 19-നാണ് പ്രോസ്പെക്ടസ് പ്രസിദ്ധീകരിച്ചത്. AICTE സമയക്രമം അനുസരിച്ച് എഞ്ചിനീയറിംഗ് പ്രവേശനം പൂർത്തിയാക്കേണ്ടത് ഓഗസ്റ്റ് 14-നകമാണ്. ഇക്കൊല്ലം പുതിയ ഫോർമുല നടപ്പാക്കുന്നത് അപ്രായോഗികമാണെന്ന് മാർക്ക് ഏകീകരണ പുനഃപരിശോധനാ സമിതി വിലയിരുത്തുന്നു. പക്ഷേ പുനഃപരിശോധനാ സമിതിയുടെ അഭിപ്രായവും എൻട്രൻസ് കമ്മീഷണറുടെ ശുപാർശയും ഉൾപ്പെടെ കണക്കിലെടുത്താണ് പ്രോസ്പെക്ടസ് ഭേദഗതി ചെയ്തതെന്നായിരുന്നു സർക്കാർ കോടതിയിൽ വാദിച്ചത്. പുതിയ ഫോർമുല ഉണ്ടാക്കുകയോ നിലവിലുള്ളതിൽ ഭേദഗതി വരുത്തുന്നതോ ചെയ്യുന്നത് ആഴത്തിലുള്ള പഠനത്തിന് ശേഷമാകണമെന്ന് സമിതി വിലയിരുത്തുന്നുണ്ട്. നിലവിലുള്ളതിനേക്കാൾ മികച്ചതാണോ പുതിയ ഫോർമുല എന്ന് വിശദമായി പരിശോധിച്ച് ഉറപ്പാക്കേണ്ടതുണ്ടെന്നും എൻട്രൻസ് സ്കോറും +2 മാർക്കും കൂട്ടുന്നതിന് നിലവിലുള്ള 50:50 അനുപാതം 60:40 എന്ന് പരിഷ്കരിക്കാമെന്നും സമിതി നിർദ്ദേശിച്ചിരുന്നു. കീം പരീക്ഷയുടെ ഫോർമാറ്റ് പുതുക്കിയതിൽ പ്രതിപക്ഷ സംഘടനകളും കോടതിയും സർക്കാർ അനുകൂല നിലപാടിലാണ്. എന്നാൽ മാറ്റം നടപ്പാക്കിയ രീതിയും അതിനെടുത്ത കാലതാമസവുമാണ് വിമർശന വിധേയമാകുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് കോടതിയും ഫലം റദ്ദാക്കിയത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.